അതിനിടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ച 3 പേരെ കൂടി തിരിച്ചറിഞ്ഞു എന്ന വാർത്തയും വരുന്നുണ്ട്. മുണ്ടക്കൈ സ്വദേശികളായ ഫാത്തിമ, നുസ്രത്ത്, ബാഷ, ചൂരൽമല സ്വദേശി പാത്തുമ്മ എന്നിവരെയാണ് DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, 40-ലേറെ പേരെയാണെന്ന് തോന്നുന്നു തിരിച്ചറിയാൻ ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ 3 പേരെ ഏതാണ്ട് 4 മാസം കഴിയുമ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? ഈ നിലമ്പൂർ, പോത്തുകൽ, അതോടൊപ്പം തന്നെ ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ ലഭിച്ച മൃതദേഹ ഭാഗങ്ങളിലാണ് DNA പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ 3 പേരെ കൂടി തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മുണ്ടക്കൈ സ്വദേശി ഫാത്തിമ, ചൂരൽമല സ്വദേശികളായ പാത്തുമ, നുസ്രത്ത്, ബാഷ എന്നിവരെയാണ് DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇവർ ഇതോടെ ഔദ്യോഗിക കണക്കനുസരിച്ച് 298 പേർ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇതിൽ 254 പേരെ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 44 പേരെ കൂടിയാണ് തിരിച്ചറിയാനുള്ളത്. ഇതുവരെ DNA പരിശോധനയിൽ 80 പേരുടെ പരിശോധനാ ഫലം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും പരിശോധനാ ഫലം ഏറെ ലഭിക്കാനുണ്ട്. പലരെയും നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരെല്ലാം തന്നെ DNA പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ്. ഇതിനുശേഷം വേണം ഒന്നുകിൽ മരണ സർട്ടിഫിക്കറ്റ് നൽകണമെന്നുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ ഈ DNA പരിശോധനാ ഫലം വേഗത്തിലാക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇനി 44 പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. അനുജ, മരിച്ച 3 പേരെ കൂടി ഇന്ന് തിരിച്ചറിഞ്ഞു.